എല്ലാവർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു 5:30 ആട്ടോ അപ്പോൾ സമയം. ഞങ്ങൾ ഗുരുവായൂർ പോകാൻ വേണ്ടി റെഡി ആവട്ടോ. ഒരു കട്ടൻ ചായ കുടിച്ചു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാട്ടോ ഞാൻ എടുക്കുന്നത്. 6 മണിയുടെ പ്രാദേശിക ക്യൂവിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ റെഡിയായി പോയത്. പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണ്ട് ഞാൻ ക്യൂ വേഗം സ്റ്റോപ്പാക്കി. പക്ഷേ ഇവയിലൊക്കെ തൊഴിലിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ച് ഇറങ്ങണ വഴി മുല്ലപ്പൂ വിൽക്കുന്നുണ്ടോ. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് ഞാനമ്മയും തലയിൽ വെച്ചു കേട്ടോ. പിന്നെ അവിടെയുള്ള നമ്പൂതിരീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ഇഡ്ഡലിയും ഒരു കുഞ്ഞു പുട്ടും പിന്നെ കടലക്കറിയും ചട്നിയൊക്കെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ വീണ്ടും ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ ഇത് നമ്മുടെ കുളത്തിൻ്റെ ആ ഭാഗത്ത് കൂടി ആട്ടോ ഞാൻ ഉള്ളിൽ കയറുന്നത്. ആ പന്തൽ കണ്ടോ, അവിടെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ ഭാഗം. അപ്പോൾ 7:30 ആയപ്പോഴേക്കും തന്നെ ഫുഡിൻ്റെ അവിടെ അത്യാവശ്യം ക്യൂ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9:30 ആകുമ്പോഴേക്കും തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് പിറന്നാൾ സദ്യ കൊടുത്തു തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്യൂ കണ്ടില്ലേ നിങ്ങൾ? ഇത് ഭഗവതിയുടെ അടിക്കൂടെ ഉള്ളിൽ കയറാനുള്ള ക്യൂ ആണ് കേട്ടോ. നാലമ്പലത്തേക്ക് കയറാൻ ഇതിലും വലിയ ക്യൂ ആയിരിക്കും. ഒരു കുട്ടി കൃഷ്ണനെ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഈ ഒരു കട കണ്ടു. ഇത് ഭഗവതിയുടെ അതേ കൂടെ കയറുന്നതിൻ്റെ അവിടെ ഉള്ളൊരു കുഞ്ഞു കടയാട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും പൂജ സാധനങ്ങളും പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണന് സമർപ്പിക്കാൻ പറ്റുന്ന പട്ടും സംഭവങ്ങളൊക്കെ അല്ലേ കണ്ടില്ലേ? ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുട്ടി കുട്ടി കൃഷ്ണന്മാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നാലമ്പലത്തേക്ക് കയറാനുള്ള ക്യൂ കേട്ടോ. അത്യാവശ്യം ക്യൂ ഒക്കെ ആയി തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നടയുടെ അവിടെ എത്തി. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം തൊഴാൻ നിന്നപ്പോഴാണ് നല്ല പാട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് കൂടിയിട്ട് കച്ചേരി പോലെ പാട്ടൊക്കെ പാടുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് തൊഴുതിന് ശേഷം തിരിച്ച് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ 2 കുട്ടി കൃഷ്ണന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ അവർ കുറച്ച് നേരം നോക്കി നിന്നു. തിരിച്ചിറങ്ങണ വഴി അവരെ കുറേ ന്യൂസുകാർ വന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കണം കണ്ടു. മറുനാടൻ മലയാളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണോ അതോ ന്യൂസ് ചാനലാണോ എന്നറിയില്ല. എൻ്റെയും ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ നമ്മുടെ വീട്ടിലെ കൃഷ്ണനടുത്തൊരു പൂമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അതൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ കൃഷ്ണന്. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് അമ്മയ്ക്കും ഡ്യൂട്ടി ഉണ്ട്. ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ തസ്നയുടെ കൂടെ കാപ്പി കുടിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു കേട്ടോ. തസ്ന കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും സനിയും ഓരോ കാപ്പി വാങ്ങി കുടിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറയും, അവരവരുടെ വിശേഷങ്ങൾ പറയും. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് സാറ് തന്നെ ഒരു 10 മണിയൊക്കെ ആകും. അതുവരെ ഞങ്ങൾക്ക് ഇത്തിരി വിശ്രമ ടൈമാണ്. ആ സമയത്ത് ഞാൻ അങ്ങനെ സനേനെ കൊണ്ട് മുടി കെട്ടിക്കാൻ കേട്ടോ. അവൾ നല്ല ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു നടുവാച്ചിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ എന്തായാലും സന കെട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ തന്നെയാട്ടോ കെട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മെക്കോസും TMTs ഒക്കെ വന്നു തുടങ്ങി. ഒരു മിഡ് സ്നാക്ക് പോലെ ഈ ഒരു പഴം വാട്ടിന്ന് കഴിച്ചു. ഇതും സന തന്നെ കൊടുന്നതാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ആ വീട്ടിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു 5 മണി 5:15 ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ OP നേരത്തെ തീർന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഇതൊക്കെ പോയതാണ്. ഇപ്പോൾ കുറച്ച് വെയിൽ വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും നന്നായി എല്ലാം തളിർത്ത് പൂത്ത് തുടങ്ങി. അങ്ങനെ ഒരു 6:30 ആയപ്പോഴേക്കും നമുക്ക് ഗുരുവായൂരിലെ ചോറും രസക്കാളും നല്ല നെല്ലിക്കച്ചാറും പായസമൊക്കെ കിട്ടി. ഉച്ചയ്ക്ക് ഉപ്പേരിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും അതൊക്കെ തീർന്നു. ഇത് കൂട്ടി കഴിച്ചത് നമുക്ക് കുറേ ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ റെഡിയായി. ഞാൻ അച്ഛനും കൂടി ഗുരുവായൂരൊക്കെ ഒന്ന് കറങ്ങാമെന്ന് എഴുതിയിട്ടോ. അവിടെ വൈകിട്ട് കുറേ പരിപാടികൾ ഉണ്ടാവും. കണ്ടില്ല, ഇങ്ങനത്തെ ടാബ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് പ്രൈസൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ, ഏറ്റവും നന്നായി ചെയ്തതിനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കൃഷ്ണൻ്റെ അതിലൊരു അടിപൊളി ഡാൻസ് ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഡാൻസ്. കണ്ടില്ലേ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ചെരുപ്പ് ഒന്ന് ഓടിയിട്ടു കേട്ടോ. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണാനില്ല. ഒരു 5 മിനിറ്റ് തപ്പിയതിന് ശേഷമാട്ടോ എനിക്ക് എൻ്റെ ചെരുപ്പ് കിട്ടിയത്. ആരൊക്കെയോ കൂടി തട്ടിയിട്ട് ഒരു മൂലയ്ക്കായിരുന്നു എൻ്റെ ചെരുപ്പ് കിടക്കേണ്ടത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഈ ഒരു ക്യൂ കണ്ടില്ലേ, ഇത് തൊടാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അല്ല കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ സ്പെഷ്യൽ അപ്പുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. കൊളക്കടവിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം രാവിലെ നേരത്തെ അനുസരിച്ച് നമ്മൾ അമ്പലത്തിൽ പോയതാണല്ലോ. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ കുറേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ലതായിട്ട് ക്ഷീണമായിട്ട് കുറേ നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഷ്ടമിരോഹിണി അടിപൊളിയായിട്ടോ. എനിക്കെന്തായാലും കുറേ ഒന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ മെയിനായിട്ടുള്ള ഉറിയടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, പറ്റണ പോലെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി അഷ്ടമി രോഹിണി ആശംസകൾ. ഇതിടുമ്പോൾ അഡ്വാൻസ് അല്ലാട്ടോ, ബിലേറ്റഡ് വിഷസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.